ദീ കാണാനത്തരണ്ടി കണ്ടത് ഞാൻ ഏകദേശം ഇതിന് എത്ര കിലോ വെയിറ്റ് ഉണ്ടാവും നിങ്ങൾക്കറിയും. ഈ ഒടുക്കത്തെ തെരണ്ടിയുടെ ലേലമാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കണെന്ന് വെച്ചാ എത്ര രൂപക്കാണ് ഇത് ലേലം പോയെന്ന് നിങ്ങൾക്കറിയോ? ഒന്ന് ഊഹിച്ചു നോക്ക്. എന്റെ കാൽക്കുലേഷനിൽ എങ്ങനെ പോയാലും ഒരു 100-300 കിലോങ്കിലും കാണും. ഇത് ലേലം ചെയ്തിട്ട് ഇതിന്റെ റേറ്റ് എത്രയാണെന്നറിയോ പോയത്? 33,600 രൂപ. 33,600 രൂപക്കാണ് ഇത് ലേലം ചെയ്തത്. ഈ വലിയ തിരിയാൻ അവര് വെട്ടി മുറിക്കണം നിങ്ങൾ കണ്ട. അപ്പൊ അവൻ ചേട്ടനതുമ്മ കയറി എന്നിട്ട് അതിന്റെ തല അരിയാൻ കിടന്ന് കഷ്ടപ്പാട് വഴിയാണ്. എത്ര കഷ്ടപ്പെട്ടിട്ടും കാര്യമില്ല, ഈ സാധനം ഇപ്പൊ എങ്ങും മുറിയൂല മോനെ. അതിനുള്ളത് ഉണ്ടേ. അങ്ങനെ ആ ചേട്ടനത് മുറിച്ചൊരു പരിവോക്കി അതിൻ്റെ ഉള്ള കൊടലും പണ്ടങ്ങളും വലിച്ചു വാരി പുറത്തോട്ടിട്ട് അത് രാവിലെ അല്ലെങ്കിൽ രാത്രി എപ്പോഴാണാവോ അത് കഴിച്ച മീനും സകല സാധനങ്ങളും അതിന്റെ ഉള്ളിലുണ്ടായി. കണ്ട തെറിച്ച് വീണ മീൻ കുഞ്ഞുങ്ങളെ കണ്ട. ഓ റബ്ബർ വെട്ടി പാൽ ഒഴുകണ പോലെയല്ലേ ചോര ഒഴുകണത്. എടുത്തോ ദൈവമേ, നിങ്ങൾ എന്ത് പണിയായി കാണിച്ചേ? ഞാനെന്ത് പണിയെടുത്തിട്ടാണെന്നോ ഇത് കിട്ടിയത്? മുഴുവനോട്ട് ഒന്നും മിസ്സായിട്ടില്ല. മീൻ കട്ട് ചെയ്യണത് ഒരു കലയാണ്. അങ്ങനെ നോക്കിയാണെങ്കിൽ പുള്ളിയാണ് കലാകാരൻ. ഈ തെരണ്ടി കട്ട് ചെയ്യണ കണ്ടിട്ട് അന്തം വിട്ട് പണ്ടാരൊടങ്ങി നിൽക്കുകയാണ് മുത്തും അജിലും. അവന്മാരുടെ പോയ കിളി ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. എന്താ ഈ കാണിക്കണേ? പൊങ്ങണില്ല ചേട്ടാ. പൊങ്ങണില്ല എന്നുള്ളത് ഇങ്ങനെ വിളിച്ചു പറയണ്ട. എല്ലാവരും കേട്ടാ എന്താ വിചാരിക്കുക? വെറുതെ അല്ല ഈ പണ്ടാറിന്റെ അകത്തിരി. എന്തോ ഞാൻ എന്താ പറഞ്ഞു. വലിയ തെരണ്ടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒടുക്കത്തെ വെയിറ്റ് ആയിരുന്നുണ്ട് അതിന്. രണ്ടുപേര് രണ്ട് മൂലക്കിട്ട് കൊത്തിക്കിട്ട് വലിച്ചിട്ടും അതിന്റെ തലടർന്നു പോകണുണ്ടായിരുന്നില്ല. ശരിക്കും ഈ തെരണ്ടിയുടെ തലയുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് എനിക്കൊരു കൗതുകം വരുന്നുണ്ടാ. നിങ്ങൾ അതിന്റെ തലയുടെ ഉള്ളിലൊന്ന് നോക്കിയേ. ആ ബ്ലാക്കും വൈറ്റും ചേർന്ന് മടക്ക് പോലെ ഞാൻ വിചാരിച്ചത് ഊളാവ് മടക്ക് വെച്ചേക്കണ ഒരു ലുക്ക് എനിക്ക് ഫീൽ ചെയ്ത്. കണ്ട ആശാന പന്നിയെടുത്ത് പോവാൻ പറയട്ടാ, ഇല്ലെങ്കിൽ അവന്റെ അവസാനം എന്റെ കൈ കൊണ്ടായിരിക്കും. ഞാൻ പോകുന്നു. ബൈ.